ഹലോ ഗൈസ്, നമുക്ക് സോഫ്റ്റായ ചക്ക കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളിങ്ങനെ ചക്കപ്പഴങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചക്കപ്പഴങ്ങളും ശർക്കര പാനിയാക്കി എടുത്തിട്ടുമുണ്ട്. വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ശർക്കര പാനിയാക്കി, അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചിരകിയതും പിന്നെ ചുക്കുപൊടിയും എടുത്തിട്ടുണ്ട്. ചുക്കുപൊടി നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പാചകത്തിലോട്ടങ്ങ് പോയാലോ. നമുക്ക് ചക്കയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. തേങ്ങയൊക്കെ നമുക്ക് തേങ്ങാപ്പാലാക്കി എടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ശർക്കരപ്പാനിയും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തിളച്ച് വരട്ടെ. അങ്ങനെ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതൊരു ഒട്ടുനൂൽ പരുവമായി കിട്ടണം. ഒട്ടുനൂൽ പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ ഇത്. അങ്ങനെ ശർക്കരപ്പാനിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ശർക്കരയൊക്കെ ഒരു ഒട്ടുനൂൽ പരുവമായി കിട്ടണം. ആ പരുവം വരെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ശർക്കരയൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി ചക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. കയ്യിലൊട്ടുന്ന പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചക്കയൊക്കെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമ്മൾ ചക്ക ചേർത്ത് കുറച്ചായിട്ട് ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ചക്കയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇളക്കുകയാണ്. ഗൈസ്, ഇത് കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈ വിടൽ ഒരു കാരണവശാലും കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. രണ്ടാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാല് ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. തേങ്ങാപ്പാലിനകത്ത് 4 ടീസ്പൂൺ ഗോതമ്പൊടി ഇളക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗൈസ്, നമുക്കിനി ഇതൊക്കെ ഒന്നാം പാലൊക്കെ ചേർത്ത് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം. ചക്കയൊക്കെ നല്ലപോലെ കുറുകി വരുന്നുണ്ട്, റെഡിയായി വരുന്നുണ്ട്.
വിഭവം ഇവിടെ കുറുകി വരുന്നുണ്ട്. ചക്കയും കാര്യങ്ങളൊക്കെ കുറുകി റെഡിയായി വരുന്നുണ്ട്. യാതൊരു എണ്ണയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ തേങ്ങാപ്പാലും ചക്കയും ഒന്നാം പാലും ഒക്കെ ചേർത്താണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ചക്കര മിക്സൊക്കെ ഒരുമാതിരി റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്കുപൊടി ഇട്ട് നല്ല ഇളക്കുകയാണ്. വിട്ട് വരുന്ന പോലെയാണ് പാകം. അലുവയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾ കൈ വിടാതെ ഇളക്കണം. നിങ്ങളുടെ വീട്ടിൽ 2-3 ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മാറി മാറി ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലുവ റെഡിയായി കിട്ടുന്നതായിരിക്കും. അലുവയെല്ലാം നമ്മുടെ ചക്കയൊക്കെ ഇതിൽ നിന്ന് വിട്ടു വരാറായി. നമ്മുടെ ചക്കവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ അടുപ്പിൽ നിന്ന് വാങ്ങി ഇതെല്ലാം നമുക്ക് സെറ്റാക്കാൻ വെക്കാം. ചേരുവകൾ 1 കിലോ ചക്ക, 1/2 കിലോ ശർക്കര, ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തത്. 1 തേങ്ങയുടെ പാല്, ചുക്കുപൊടി, ഇത്ര ഐറ്റംസ് ആണ്. ഒരു പ്ലേറ്റിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പ്ലേറ്റൊക്കെ എണ്ണ പുരട്ടി വെച്ചിരിക്കുകയാണ്. ചക്ക കൊണ്ടുണ്ട് വിഭവം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചക്ക കൊണ്ടുണ്ട് വിഭവം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതെല്ലാം സെറ്റാക്കുകയാണ്. ഇന്ന് നമ്മൾ സെറ്റാക്കി വെച്ചത് പിറ്റേ ദിവസം മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഭാവം കിടത്തുള്ളൂ. കൊണ്ടുണ്ട് വിഭവം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചക്ക കൊണ്ടുണ്ട് വിഭവം. ഇതൊക്കെ ഇനി നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വളരെ ഹെൽത്തി പോസിറ്റീവാണ് അലുവ. അതുകൊണ്ട് ഈ ചക്ക കൊണ്ട് വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നോക്കി കാണാം. അപ്പോൾ ഇത് എല്ലാ ദിവസം വൈകിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കേണ്ടത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.